നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ എതിരാളികളെ മനസ്സിൽ കണ്ട് നിർമ്മിച്ച ബോംബ് ഒളിപ്പിച്ചു വെച്ച ഇടങ്ങളിൽ നിന്നോ ഉപേക്ഷിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്നോ പൊട്ടിത്തെറിച്ച് നിരപരാധികൾ ബലിയാടാകുന്നത് തലശ്ശേരിയിലും പരിസരത്തും തുടർക്കഥയാവുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരും അംഗഭംഗം നേരിടുന്നവരുമായി നിരവധി പേരുകൾ എടുത്തു പറയാം. ബോംബാക്രമണങ്ങൾക്കും നിർമ്മാണത്തിനിടെ സംഭവിക്കുന്ന സ്ഫോടനത്തിലുമുണ്ടാകുന്ന ദുരന്തങ്ങൾക്കും പുറമെയാണ് ഏതെങ്കിലും ഇടത്ത് സൂക്ഷിച്ച ബോംബുകൾ അബദ്ധത്തിൽ പൊട്ടി കൊച്ചുകുട്ടികളടക്കമുള്ള ഒന്നുമറിയാത്തവർ ഇരകളാകുന്നത്. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഒഴിഞ്ഞ പ്രദേശങ്ങളിലോ കെട്ടിടങ്ങളിലോ ആണ് സ്റ്റീൽ ബോംബുകൾ ഒളിപ്പിച്ചു വെക്കുന്നത്. പോലീസ് റെയ്ഡ് നടക്കുമ്പോൾ ബോംബ് ശേഖരം എവിടെയെങ്കിലും ഉപേക്ഷിച്ച് രക്ഷപ്പെടാറുമുണ്ട്. ഇത്തരം ബോംബുകളാണ് പിന്നീട് നിരപരാധികളുടെ ജീവനെടുക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസും CRPFും ജില്ലയിൽ വ്യാപക പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ആളൊഴിഞ്ഞ ഇടങ്ങളിലേക്ക് ബോംബുകൾ മാറ്റിയെന്നതിന്റെ തെളിവുകളിലൊന്നാണ് തലശ്ശേരിയിൽ ഇന്നലെ വൃദ്ധന്റെ ജീവനെടുത്ത സ്ഫോടനത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. നാടൻ ബോംബുകളിൽ നൂൽ ബോംബ്, പെട്രോൾ ബോംബ്, സ്റ്റീൽ ബോംബ് എന്നിവയാണ് കണ്ണൂർ മേഖലയിൽ വ്യാപകമായി നിർമ്മിക്കുന്നതും പ്രയോഗിക്കുന്നതും. ഇതിൽ നൂൽ ബോംബ് പൊട്ടിക്കുന്നത് ഭീതി പരത്താനാണ്. അതിശക്തമായ പുകയുണ്ടാക്കി ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ബോംബെറിഞ്ഞെടുത്തായിരിക്കും. കല്ലും കുപ്പിച്ചില്ലും ആണിയും കരിങ്കൽ ചീളും വെടിമരുന്നുമിട്ട് നൂൽ ചുറ്റിയെടുത്താണ് ഇത് നിർമ്മിക്കുന്നത്. മാരക പ്രഹരശേഷിയുള്ളവയാണ് പെട്രോൾ ബോംബുകൾ. ഇത് കൊണ്ടു നടക്കുന്നതും റിസ്ക്കാണ്. സ്റ്റീൽ ബോംബാണ് ഉപയോഗിക്കാനും സൂക്ഷിക്കാനും എളുപ്പം. മാരക പ്രഹരശേഷിയും. വെടിമരുന്നിനും ഗന്ധത്തിനുമൊപ്പം കുപ്പിച്ചില്ലും സ്റ്റീലുമിട്ടാണ് നിർമ്മാണം. പൊട്ടിയാൽ പുറത്തുവരുന്ന കനത്ത ശബ്ദവും പുകയും ആരെയും ഞെട്ടിക്കും. കുപ്പിച്ചില്ലും സ്റ്റീലും കരിങ്കൽ ചീളും ആണിയും തുളഞ്ഞുകയറി മരണവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.